മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കുമാരനാശാന്റെ പ്രതിമയ്ക്ക് മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നെങ്കിൽ തലസ്ഥാന നഗരിയിലെ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എന്റെ വലതുവശത്തായി യൂണിവേഴ്സിറ്റി കോളേജും യൂണിവേഴ്സിറ്റി ലൈബ്രറിയും, ഇടതുവശത്തായി MLA ക്വാർട്ടേഴ്സും, അതുപോലെ തന്നെ തൊട്ട് പിറകിലായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനവും. മഹാകവി കുമാരനാശാൻ മഹാകാവ്യങ്ങൾ എഴുതാതെ തന്നെ മഹാകവിയായി മാറി. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പോകുന്നത് കവിത എഴുതുന്ന ഒരു ചേച്ചിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ടേസ്റ്റ് ടൈമും കവിതയുമായി എന്താണ് ബന്ധമെന്നല്ലേ? കവിത എഴുതുന്ന ചേച്ചിയുടെ പേര് ശാലിനി എന്നാണ്. ഈ കവിത എഴുതുന്ന ചേച്ചി ഉണ്ടാക്കുന്ന കോഴിത്തോരന് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ എന്ത് ചേച്ചി ഉണ്ടാക്കിയാലും ചേച്ചിയുടെ കുഞ്ഞു ഹോട്ടലിൽ കഴിക്കാനെടുത്തൊരു നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ചേച്ചി അന്വേഷിച്ചുള്ള യാത്രയിലേക്കാണ്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് നിന്ന് നമുക്ക് കോഴിത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കണ്ടുപഠിക്കാനുള്ള സമയമാണ്. അത് കണ്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളും എന്നോടൊപ്പം വരിക. സോ ഈ യാത്രയിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കമാ. സൂചിപ്പിച്ചിരുന്നു ചേച്ചിയുടെ കട. ചേച്ചിയുടെ കടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. റിസർവ് ബാങ്കിന് പിറകുവശത്തായിട്ട് ശാലിനി ചേച്ചി ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. ഇവിടുത്തെ തിരക്കുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കുറച്ച് മുമ്പേ. അപ്പോൾ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ചേച്ചി കുറച്ച് സമയം നമ്മുടെ ടേസ്റ്റ് ടൈമിനോടൊപ്പം ഉണ്ട്. ചേച്ചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം കോഴിത്തോരൻ. അത് നാടൻ കോഴിത്തോരനാണ്. അപ്പോൾ ഈ ഒരു കോഴിത്തോരൻ കഴിഞ്ഞിട്ട് നമുക്ക് കവിതയിലൊക്കെ എത്താൻ ചേച്ചിയുടെ ആ ഒരു സെക്ഷനിലേക്കെല്ലാം കടന്നെത്താം. ആദ്യം ചേച്ചിയുടെ ഏറ്റവും സ്വാദിഷ്ടമായ കോഴിത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാം. ചേച്ചി ഇതിനു വേണ്ടി എന്തെല്ലാം ആവശ്യം? സവാള ആവശ്യമാണ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഓക്കെ. അപ്പോൾ മസാലകളെല്ലാം ഇതിനു വേണ്ടി ആവശ്യമുള്ള കറിവേപ്പില ആവശ്യമാണ്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കടുവ ആവശ്യമാണ്, ഇത് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ഇത് ആവശ്യമാണ്. അതുപോലെ തന്നെ മസാല കൂട്ടുകളായ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യമുണ്ട്. പിന്നെ എണ്ണ ആവശ്യമുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. പിന്നെ പച്ചമുളക് ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കോഴിത്തോരനാവുമ്പോൾ കോഴി ഇല്ലാതെ വേറൊരു കാര്യവുമില്ല. അപ്പൊ ഈ കോഴി എങ്ങനെയാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത്? കോഴി ചെറുതായിട്ട് കടയിൽ തന്നെ പറഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വാങ്ങിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഈ എല്ലുമെല്ലാം ഇതിന്റെ കൂടെ ഉപയോഗിക്കുമോ? എല്ല് മാറ്റി ഉപയോഗിക്കും. ഏതായിരിക്കും കൂടുതൽ ടേസ്റ്റ്? എല്ലുള്ളതാണ് നല്ലത്. എല്ലും കൂടി, കോഴിയുടെ എല്ലും കൂടി ഉള്ളതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എല്ല് മാറ്റി കളയേണ്ട ആവശ്യമില്ല. രണ്ടും കൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ട? ആദ്യം സവാള വഴറ്റാം. ഓക്കെ. സവാള വഴറ്റുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പാത്രം വെച്ചു. കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കടുക് ഇട്ടിട്ട് സവാള ഇടാം. ഓക്കെ. എന്തായാലും നമുക്ക് ഇത് റെഡിയായെന്ന് തോന്നുന്നു. ഏതാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി? ഓക്കെ. കറിവേപ്പില കുറച്ച്. ഇനി കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്ര സവാള ഇതിന്റെ പകുതിയോളം ഇടാം. എന്നാലും ഒരു സവാള വരും അത്രയും? ഇതില്ല, ഇതിൽ രണ്ട് സവാള. ഓക്കെ. 2 സവാളയോളം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി വന്നു കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യാനുള്ളത്? പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും. ഓക്കെ. അതിടാനുള്ള സമയമായി. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് മൂന്നുമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളി ചതച്ചതും കൂടി അതിലേക്ക് ചേർക്കുന്നു. ഇനി എന്തെങ്കിലും ഐറ്റം ചേർക്കാനുണ്ടോ? ബാക്കി മസാല ചിക്കൻ അടച്ചു വെച്ച് വേവിക്കണം. ഇത് എത്രത്തോളം വയറണം? ഇതിന്റെ ഒരു പരുവം എന്താണ്? ഇത് നല്ല ഉള്ളി നല്ല ചുമന്ന് വരുമ്പോ, ഉള്ളി നല്ല ചുവന്നായിട്ട് വരുമ്പോ ഇതായിട്ട് വരും. ചിക്കൻ ഇടാം. ഓക്കെ. അപ്പൊ ചിക്കൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ്. ആ ഒരു ലെവലിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ചിക്കൻ്റെ ചെറിയ പീസായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചേച്ചി ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് മറക്കരുത്. എല്ലും കൂടി ഉള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ ടേസ്റ്റ് ടൈമിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഒരു കുറവും പാടില്ല. അതുകൊണ്ട് എല്ലുള്ള ചിക്കൻ തന്നെ ഇട്ടേക്കും. അപ്പോൾ ഇത് തട്ടി കൊടുക്കട്ടെ അതിലേക്ക്. അപ്പോൾ നമ്മുടെ ചിക്കനും ഇട്ട് കഴിഞ്ഞു. ചിക്കനും ആദ്യം ഇട്ട ആ ഒരു മസാലക്കൂട്ടുകളെല്ലാം കൂടി പിടിക്കണം.